ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചതുരപ്പയർ കൊണ്ട് ഒരു തോരനാണ് ഉണ്ടാക്കുന്നത്. നല്ല ഇളം ചതുരപ്പയറാണ് എടുത്തിരിക്കുന്നത്. ചതുരപ്പയർ മുറ്റിപ്പയർ അത് കൊള്ളൂല. അതിൻ്റെ കൂടെ തന്നെ മുതിരയും കൂടെ ചേർക്കുന്നുണ്ട്. ഒരുപാട് പോഷക ഗുണങ്ങളുള്ള മുതിരയും ചതുരപ്പയറും ഉപയോഗിച്ചിട്ടുള്ള തോരനാണിത്. ഇറച്ചിപ്പയറെന്നും പറയും. ഇറച്ചിയുടെ ഗുണങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് ഇതിനെ ഇറച്ചിപ്പയറെന്നും പറയും. അപ്പം ഞാൻ ഈ മുതിര വേവിച്ച് വച്ചിരിക്കുകയാണ്. തലേ ദിവസമേ കുതിർത്ത് വേവിച്ച് വച്ചിരിക്കുന്ന മുതിരയാണ്. മുതിര വേവിച്ചവിടെ വച്ചിട്ടുണ്ട്. ഇനി ഈ ചതുരപ്പയർ ചെറുതായിട്ട് അരിഞ്ഞെടുത്തോണ്ട് വരാം. ചതുരപ്പയർ കനം കുറച്ച് ഇങ്ങനെ അരിഞ്ഞെടുക്കാം. ഇങ്ങനെ ചെറുതായിട്ട് തീരെ കനം കുറച്ച് അരിഞ്ഞെടുക്കണം. ഇപ്പോൾ ഒരു സ്റ്റാർ പോലെയൊക്കെ ഇരിക്കുന്നുണ്ട്. നല്ല ടേസ്റ്റാണ്. അങ്ങനെ മുഴുവനും ഒന്ന് അരിഞ്ഞെടുത്തോണ്ട് വരാം. ഇപ്പോൾ ചതുരപ്പയറൊക്കെ അരിഞ്ഞെടുത്തൂടെ വച്ചിട്ടുണ്ട്. ഈ ചതുരപ്പയറിലൊരു കറയുണ്ട്. അത് പോകാനായിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഞാൻ ഇവിടെ കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. കല്ലുപ്പിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി ഒരു 5 മിനിറ്റ് വെച്ച ശേഷം കഴുകിയെടുക്കണം. അപ്പോൾ ഈ കറയെല്ലാം പോയി കിട്ടും. ഒരു ചൊവ വരും. അല്ലെങ്കിൽ അതെല്ലാം പോയി കിട്ടാനായിട്ട് ഞാനിവിടെ ഉപ്പ് തിരുമ്മി ഒരു 5 മിനിറ്റ് മാറ്റി വയ്ക്കാം. ഇനി ഒരു അരപ്പ് തയ്യാറാക്കാം. ഈ തോരന് വേണ്ടിയിട്ട് ഒരു മുറി തേങ്ങ തുരുമിയതും 1 ടീസ്പൂൺ ജീരകവും ഒരു 4-5 കാന്താരി മുളക് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു തണ്ട് കറിവേപ്പില. ഇനി 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഈ കളറിന് വേണ്ടിയിട്ട് ഒരല്പം സാധാരണ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു നല്ല കളറായിരിക്കും. നല്ല ഒരു യെല്ലോ കളറ് കിട്ടും. അതിന് വേണ്ടി ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തു. ഇനി ഇതൊന്ന് ചതച്ചെടുക്കാം. അരഞ്ഞു പോകരുത്. ഒന്ന് കറക്കി എടുത്തുകൊണ്ട് വരാം. തോരൻ തയ്യാറാക്കാനായി ഒരു ഇരുമ്പ് ചട്ടിയിൽ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അത് ചൂടായിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായതിന് ശേഷം മാത്രമേ കടുക് ഇടാവുള്ളൂ. അതിലേക്ക് ഇനി 2 വറ്റൽമുളക് മുറിച്ചതിട്ട് കൊടുക്കാം. കൂടെ തന്നെ 2 തണ്ട് കറിവേപ്പിലയും കൂടെ ഇടാം. കറിവേപ്പില എല്ലാം പൊട്ടി കഴിഞ്ഞപ്പോൾ അതിലേക്ക് 1 സവാള കൊത്തി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. സവാളയൊക്കെ ഒന്ന് വാടി വരണം. സവാളയൊക്കെ വാടി വന്ന സമയത്ത് കൊത്തി അരിഞ്ഞ് ഉപ്പിട്ട് തിരുമ്മി കഴുകി ഊറ്റി വച്ചിരിക്കുന്ന നമ്മുടെ ചതുരപ്പയറിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട ശേഷം മൂടി വെച്ച് വേവിക്കാം. അപ്പോൾ ഇത് 5 മിനിറ്റ് ആയിട്ടുണ്ട്. മൂടി വെച്ച് വേവിച്ച് ഉപ്പ് ഇട്ട് വേവിച്ചതാണ്. ഇതിലേക്ക് ഇനി വേവിച്ച് വച്ചിരിക്കുന്ന മുതിര ഇട്ട് കൊടുക്കാം. മുതിര ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് തട്ടിപ്പൊത്തി വെച്ച ശേഷം അരപ്പും കൂടി ഇട്ട് കൊടുക്കുക. അരച്ച് വെച്ച അരപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കുക.
എന്നിട്ട് ഈ മിക്സിയുടെ ജാറ് കഴുകി ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇതൊക്കെ ഒന്ന് വേകാൻ വേണ്ടി ഒരല്പം വെള്ളം, ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഞാൻ മിക്സിയുടെ ജാറ് കഴുകി ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു. അതെല്ലാം കൂടെ ഒന്ന് തട്ടിപ്പൊത്തി അമർത്തി വെച്ച് ഒന്ന് അടച്ചു വയ്ക്കുക. അപ്പോൾ ഇതിരുന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരും. അപ്പോൾ ആവിയൊക്കെ കയറി വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട്. ഇനിയൊന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. ഇത് കരിഞ്ഞു പോകാതെ ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. ഈ ചതുരപ്പയറെന്ന് പറഞ്ഞാൽ ഭയങ്കര ഔഷധ ഗുണങ്ങളും പോഷക ഗുണങ്ങളും ഒക്കെ ഉള്ളതാണ്. ഇറച്ചിപ്പയറെന്നൊരു പേര് തന്നെ ഉണ്ട്. കാരണം അത് ഇറച്ചിയുടെ എല്ലാ പോഷകങ്ങളും ഈ ചതുരപ്പയറിലും അടങ്ങിയിട്ടുണ്ട്. പിന്നെ മുതിരയെന്ന് പറഞ്ഞാൽ ഞാൻ പറയാതെ തന്നെ അറിയാമല്ലോ, ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ളതാണ്. തടി കുറയാനൊക്കെ നല്ലതാണ്. ഒരുപാട് രോഗങ്ങൾക്കൊക്കെ നല്ല ഒരു ഔഷധമാണ് ഈ മുതിര. അപ്പം ഇങ്ങനെ ഒരു തോരൻ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ചതുരപ്പയർ മാത്രമായിട്ടും തോരൻ ഉണ്ടാക്കാം, മുതിര മാത്രമായിട്ടും തോരൻ ഉണ്ടാക്കാം. എങ്ങനെയെങ്കിലും അത് കഴിച്ചാൽ മതി. കണ്ടോ, ഇപ്പം നല്ല അടിപൊളി തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് വിളമ്പുന്ന ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇപ്പോൾ തോരന് വിളമ്പുന്ന ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്.